റീ റിലീസ് ചിത്രങ്ങളുടെയും റെക്കോർഡ് സൃഷ്ടിക്കുന്ന മോഹൻലാലിന്റെ ഒരു ഡസൻ ചിത്രങ്ങൾ അണിയറയിൽ ഉറങ്ങുന്നു. മലയാളത്തിൽ വേറെ ഒരു നടനും ഇത്ര സിനിമകൾ റീ റിലീസ് ചെയ്ത് പ്രേക്ഷകർ തിയേറ്ററിൽ കയറ്റാൻ സാധിക്കുന്നില്ലെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. മോഹൻലാലിന്റെ റീ റിലീസ് ചിത്രങ്ങൾക്ക് തിയേറ്ററിൽ ലഭിച്ച മികച്ച സ്വീകാര്യത താരത്തിന്റെ പഴയ ചിത്രങ്ങൾക്ക് റീ റിലീസ് ചെയ്യാൻ അണിയറ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത്. ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ ലിസ്റ്റ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. നേരത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ ഗുരു, ഉദയനാണ് താരം, സമ്മറിൻ ബത്ലഹേം, നരയൻ, തേന്മാവിൻ കൊമ്പത്ത് എന്നീ സിനിമകൾ ഉടൻ റിലീസിനുണ്ടാകും. ഇതുകൂടാതെ റൺ ബേബി റൺ, ഹലോ, കാലാപാനി, ആറാം തമ്പുരാൻ, ദേവാസുരം, നമ്പർ 20, മദ്രാസ് മെയിൽ, കാക്കക്കോൽ എന്നീ സിനിമകൾ ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. മോഹൻലാലിന്റെ മുൻപ് പുറത്തിറങ്ങിയ 4 റീ റിലീസുകളും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത്. സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ, ചോട്ടാ മുംബൈ എന്നീ സിനിമയ്ക്ക് ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമ ഈ 4 റിലീസുകൾക്കും വമ്പൻ വരവേൽപ്പ് ലഭിച്ചപ്പോൾ ഭദ്രൻ ഒരുക്കിയ സ്ഫടികം പുത്തൻ സാങ്കേതിക മികവോടെ തിരിച്ചെത്തിയപ്പോൾ ആദ്യ ദിനം 77 ലക്ഷം നേടി. ഏകദേശം 4 കോടിയോളമാണ് സിനിമ റീ റിലീസ് തിയേറ്ററിൽ നിന്ന് വാരിക്കൂട്ടിയത്. രണ്ടാം വരവിൽ ഗംഭീര അഭിപ്രായം നേടിയ ചിത്രമായിരുന്നു ദേവദൂതൻ. മികച്ച വരവേൽപ്പ് ലഭിച്ച സിനിമ ആദ്യ ദിനം 50 ലക്ഷമാണ് നേടിയത്. 5.4 കോടിയാണ് ആഗോളതലത്തിൽ സിനിമയുടെ ഫൈനൽ കളക്ഷൻ. ശബ്ദമിശ്രണത്തിന് തികവ് വരുത്തിയതും സിനിമയിലെ ചില ഭാഗങ്ങൾ വെട്ടി 34 മിനിറ്റായി ചുരുക്കിയതുമാണ് മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ സിനിമ ഇറക്കിയത്. ഫാസിലിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ മണിച്ചിത്രത്താഴ് 2024 ആഗസ്റ്റ് 17 റിലീസ് ചെയ്തത്. ആദ്യ ദിനം 50 ലക്ഷം സ്വന്തമാക്കിയ ചിത്രം ഫൈനൽ റീ കളക്ഷൻ നേടിയത് 4.71 കോടിയാണ്. അതേസമയം ചോട്ടാ മുംബൈ ആവട്ടെ ആദ്യ ദിവസം മുതൽ വമ്പൻ കളക്ഷനാണ് നേടിയത്. ആദ്യ ദിവസം 40 ലക്ഷത്തോളം ചോട്ടാ മുംബൈ നേടി. 3.78 കോടിയാണ് സിനിമയുടെ ഫൈനൽ നേട്ടം. അതേസമയം ഇപ്പോൾ റിലീസ് ചെയ്ത രാവണപ്രഭു, എറണാകുളം കവിത, കോഴിക്കോട് അപ്സര തുടങ്ങിയ തിയേറ്ററിൽ 5-ാം ദിവസവും നിറഞ്ഞ സദസ്സിനാണ് പ്രദർശിപ്പിക്കുന്നത്. ഓരോ ഡയലോഗിനും പാട്ടിനുമൊത്ത് ചുവടുവയ്ക്കുന്ന ആരാധകരുടെ വീഡിയോയും കാണാനാകും. വളരെ വേഗത്തിൽ ബുക്ക് മൈ ഷോയിൽ നിന്നും സിനിമയുടെ ടിക്കറ്റുകൾ വിറ്റുപോകുന്നത്. 2.60 കോടിയാണ് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ എന്നാണ് റിപ്പോർട്ട്. വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ കൂടാനാണ് സാധ്യത. റിലീസ് ചെയ്ത ആദ്യ ദിവസം 70 ലക്ഷമായിരുന്നു സിനിമയുടെ കളക്ഷൻ എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കളക്ഷൻ മികച്ചതാണെങ്കിലും മോഹൻലാൽ സിനിമയുടെ റീ റിലീസ് സിനിമയുടെ കളക്ഷനെ മറികടക്കാൻ രാവണപ്രഭുവിന് ആയിട്ടുമില്ല.